ദർശനമുള്ളവർ ഇതിനകത്ത് എഴുന്നേൽക്കണം. യേശുവിന്റെ നാമത്തില് നിന്റെ ഭാവി പദ്ധതിയുടെ ദർശനം ഇന്നത്തെ പ്രാർത്ഥനയിൽ വെളിപ്പെടാൻ പോവുക. ഓ, എത്ര പേര് അതിന് ആമീൻ പറയും? ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക, ആമി തുടങ്ങി വെച്ച പലതും പൂർത്തീകരിക്കുവാൻ ഇന്ന് ചില ദൈവം ദർശനം തരിക. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് വായിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 6, 7, 8, 9 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തന് താന്താൻ്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. മതി. ധന്യനായ പൗലോസ് കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. അവിടെ ധാരാളം ആശയങ്ങൾ പറയാനുണ്ടെങ്കിലും നിങ്ങളോട് ഒരു ദൂതാണ് പറയാനായിട്ട് കർത്താവ് എൻ്റെ ഉള്ളിൽ പ്രേരണ തന്നിരിക്കുന്നത്. ധന്യനായ പൗലോസാണ് ഈ കൊരിന്തിലെ സഭയുടെ സ്തോത്രം ശുശ്രൂഷകൻ, അല്ലെങ്കിൽ കൊരിന്തിലെ സഭ തുടങ്ങിയത് ധന്യനായ പൗലോസ്ലീഗയാണ്. അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇച്ചിരി നേരം പഠിക്കും, അവിടേക്ക് പോയി. എന്നാൽ അതിനു മുമ്പേ ഈ വചനത്തിനകത്താണ് നമ്മൾ ഇച്ചിരി നേരം നിൽക്കാൻ പോകുന്നത്. ആ സഭയിൽ, കൊരിന്തിലെ സഭയെക്കുറിച്ച് പറയുമ്പം ആത്മീകമായിട്ട് ഭയങ്കര വളർച്ച പ്രാപിക്കിയ സഭയാണ്. സ്തോത്രം. ഈ യേശുക്രിസ്തുവിനെ ഒരാൾ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളർച്ചയുണ്ടാകണം. സ്തോത്രം. എന്തോ ഉണ്ടാകണം? ഈ ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവിക്കുന്ന മുതൽ ഈ അമ്മ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുക. കുഞ്ഞിൻ്റെ ഓരോ മൂമെൻറ്റ്സും. കുഞ്ഞ് ജനിച്ചിട്ട് സ്തോത്രം ആദ്യം കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ കുഞ്ഞിനെ പുറത്തെടുക്കുന്ന ഡോക്ടർ ഒന്ന് പിച്ചു. എന്തിനാ? കൊച്ചിന് വല്ല കരയാൻ വല്ല കുഴപ്പമുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒരു പിച്ചോ അടിയോ കൊടുക്കും. എന്തിനാ? കരയാനാ. പിന്നെ കുറച്ച് നേരം കഴിയുമ്പം നമ്മളവിടെ നിന്നുകൊണ്ട് കുഞ്ഞിങ്ങനെ എടുക്കുമ്പം മോളെ മോനെ എന്നൊക്കെ വിളിക്കും. ഉടനെ കുഞ്ഞ് ഇങ്ങോട്ട് കണ്ണോടിക്കുന്നുണ്ട്. എൻ്റെ അർത്ഥം ചെവിക്ക് കുഴപ്പമില്ലെന്നാ. തെറ്റിയോ? ഇല്ലല്ലോ. നിങ്ങളല്ലേ എന്നെ നോക്കിയിരിക്കുന്നുണ്ടപ്പോൾ ഞാൻ ഏതോട്ട് തെറ്റ് പറഞ്ഞ പോലെ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇച്ചിരൂടെ കഴിയുമ്പോൾ ആ കുഞ്ഞ് എന്തോ ചെയ്യുമെന്നറിയാമോ? സ്തോത്രം. കുഞ്ഞ് ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്തോത്രം കയ്യും കാലും ഒക്കെ ഇട്ട് ഇങ്ങനെ അടിച്ച് ഭയങ്കരമായിട്ട് ചിരിക്കും. അമ്മമാരെ എണ്ണയൊക്കെ ഇങ്ങനെ തേച്ച് കയ്യും കാലും ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ശരിയല്ലയോ? സ്തോത്രം. ഇങ്ങനെ ചെയ്ത് കുഞ്ഞിനെ ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കുഞ്ഞ് സൈഡിലോട്ട് ചരിഞ്ഞ് അങ്ങ് കമന്ന് വീഴും. അപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് കൈയടിക്കും. എന്തിനാ? പഞ്ചായത്തിൽ ഏത് കുഞ്ഞ് കമന്ന് വീണാലും അമ്മയ്ക്ക് പ്രശ്നമല്ല. പക്ഷെ അമ്മയുടെ കുഞ്ഞ് കമന്ന് വീണാൽ അമ്മ ഹാപ്പിയാ, അമ്മ കൈയടിക്കും. പിന്നെ സ്തോത്രം. പിന്നെ അമ്മ പറയുന്നേ ഈ കുഞ്ഞിന് നീന്തണമെന്നാ. അവിടെ കിടത്തിയാൽ നീന്തി അങ്ങ് പോവാൻ. പിള്ളേരെ കണ്ടിട്ടില്ലേ? പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഈ കൊച്ചൻ ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുക. ഇങ്ങനെ അമ്മ എന്നോ സന്തോഷമാണ്. പിന്നെ അവന് ചെറിയ ടീപ്പോയെ പിടിച്ചുകൊണ്ട് എഴുന്നേക്കും. എന്നാൽ ജനിച്ചപ്പോൾ മുതൽ ഈ കൊച്ച് മിണ്ടത്തുമില്ല, ചിരിക്കത്തുമില്ല, കരയത്തുമില്ല. ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ കിടക്കുവാന്നേ ആ അമ്മ സന്തോഷിക്കുമോ? ഇതുപോലെ യേശുവിനെ ഒരാൾ രക്ഷകനായി സ്വീകരിച്ച് വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞ് മണവും ഇല്ല, കോണവും ഇല്ല, വന്ന് യോഗത്തിൽ ഇങ്ങനെ ഇരിക്കും, എഴുന്നേറ്റ് പോകും. ഇല്ല തുണിക്കടക്കാരൻ തുണിക്കടയുടെ മുമ്പിൽ വെച്ചേക്കുന്ന സ്തോത്രം മനുഷ്യനെ പോലെ കണ്ടിട്ടില്ലയോ? നമ്മൾ ചിലപ്പോൾ ചെല്ലുമ്പോൾ ഒരാൾ നമ്മളെ ഇങ്ങനെ സ്വീകരിക്കുന്നു, അല്ല കൈയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കും. കയറി പിടിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്ന ആളല്ല, അതൊരു രൂപമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. രാവിലെ ജീൻസും ടീഷർട്ടും ഇട്ട് വെളിയിരുത്തും. പിറ്റേന്ന് ജുബായും മുണ്ടും ഉടുപ്പിച്ച് വെളിയിൽ നിർത്തും. സ്തോത്രം.
വൈകിട്ട് എടുത്ത് അകത്ത് വെക്കണം, രാവിലെ എടുത്ത് ഇടയ്ക്ക് ഒരു 3 ദിവസം അത് യോഗമൊക്കെ വെച്ച് പോസ്റ്റ് അടിച്ചിട്ട് കൊണ്ട് ഇതിനകത്ത് ഇരുത്തണം. യോഗം കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോകണം. അങ്ങനെയല്ല, മിണ്ടുന്നില്ല. നമുക്കെന്തോ ഉണ്ടാകണം, ആത്മീക വളർച്ച ഉണ്ടാകണം. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ വല്ല വളർച്ച ഉണ്ടോ എന്ന് ചോദിച്ചേ. രക്ഷിക്കപ്പെട്ട മൊബൈലെ സോ പറയുക, ഇപ്പോഴും സോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സ്തോത്രം ചൊവ്വേ പറയാൻ പഠിച്ചില്ല. പിടികിട്ടില്ലയോ? ഇന്നേലും ആ സോയൊക്കെ നിർത്തി ഒരു സ്തോത്രമൊക്കെ പറയാൻ പഠിച്ചാൽ നല്ലതാ. സ്തോത്രം. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് എന്തോ ഉണ്ടാകണം, വളർച്ച ഉണ്ടാകണം. അപ്പോൾ ഈ കൊരിന്തിലെ സഭ ഭയങ്കരമായിട്ട് അങ്ങ് വളർന്നു. ബൈബിളിൽ പറയുന്ന ഒരു കൃപാവരത്തിനും കുറവില്ലാത്തൊരു സഭയായിട്ട് അങ്ങ് വളർന്നു സഭ. ഞാൻ എപ്പോഴും പറയുന്നത്, രക്ഷിക്കപ്പെട്ട പോരാ, സ്നാനപ്പെട്ട പോരാ, അഭിഷേകം പ്രാപിച്ച പോരാ, വളർച്ച ഉണ്ടാകണം. ചില വിശ്വാസികൾ തൊട്ടാവാടി വിശ്വാസികളാണ്. കൊച്ചു കാര്യത്തിൽ എന്തു ചെയ്യും? വാടിപ്പോവും. അത് വളർച്ച ഇല്ലെന്നുള്ളതിൻ്റെ ഒരു സ്തോത്രം. പണ്ട് കല്ലുമുട്ടായി പിള്ളേർ പറക്കിയിട്ടു, ഒരുത്തി വന്ന് 2 കല്ലുമുട്ടായി എടുത്തുകൊണ്ട് പോയി. ഉടനെ മുഖം വെറുപ്പിച്ചിരിക്കുക, എൻ്റെ കല്ലുമുട്ടായി കൊണ്ടുപോയേ. എന്താ, നമ്മളൊക്കെ അങ്ങനെ അല്ലായിരുന്നോ? പക്ഷെ ഇപ്പോഴും കല്ലുമുട്ടായിയുടെ കഥയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേ, വളർച്ചയുടെ കാര്യം മനസ്സിലാകാനാണ് പറയുന്നത്. ഈ കൊരിന്തിലെ സഭ, പൗലോസ് ഒത്തിരി ഈ സഭയ്ക്ക് വേണ്ടി വില കൊടുത്തിട്ടുണ്ട്. അത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ പഠനങ്ങളിൽ നമുക്ക് ഈ കൊരിന്തിലെ സഭയുടെ തുടക്കം അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിലാണ്. അവിടോട്ട് വന്നാലേ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പൗലോസ് പറയുന്നൊരു കാര്യം ശരിയാ, ഞാൻ നട്ടു, നനച്ചത് അപ്പല്ലോസ, പക്ഷേ വളർത്തിയത് ദൈവമാണ്. നിങ്ങൾ ഇന്ന് വല്ലോ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിമ്പിൽ ദൈവമാണ്. സ്തോത്രം. എന്നെ നടാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ചിലരെ നനയ്ക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നട്ടത് കൊണ്ടും നനച്ചത് കൊണ്ടുമല്ല, നിന്നെ വളർത്തുന്നവൻ ദൈവമാണ്. എന്നാൽ ബൈബിളിൻ്റെ വെളിപ്പാട് പറയാം, നടാതെയും നനയ്ക്കാതെയും തമ്പുരാൻ വളർത്തിയ ചരിത്രവും ബൈബിളിലുണ്ട്. അവിടോട്ടൊക്കെ നിങ്ങളുടെ ചിന്തകളെ ഞാൻ കൊണ്ടുവരാം. കൊരിന്തിലെ സഭയുടെ തുടക്കം അപ്പോസ്തല പ്രവൃത്തി, സ്തോത്രം, 18-ാം അധ്യായത്തിലാണ് കൊരിന്തിലെ സഭയുടെ തുടക്കം. 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. മതി. പൗലോസ് എവിടെ എത്തി? കൊരിന്തിലെത്തി. കൊരിന്തിൽ ചെന്നപ്പം 2-ാം അധ്യായത്തിലെ പകുതി മാസം മുതൽ, ദൈവത്തിന് സ്തോത്രം, പൊന്തോസ്കാരൻ അക്വിലാസ് എന്ന പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. കൊരിന്തിൽ ചെന്നപ്പം അക്വിലാവിനെയും പ്രിസ്കില്ലയെയും കണ്ടു. സ്തോത്രം. ഈ കല്യാണ സമയത്തൊക്കെ അനുഗ്രഹ പ്രാർത്ഥനയ്ക്കകത്ത് അബ്രഹാമിനോടുകൂടെ സാറായെയും ഇസഹാക്കിനോടുകൂടെ റബേക്കയെയും യാക്കോബിനോടുകൂടെ റാഹേലിനെയും ബോവസിനോടുകൂടെ രൂത്തിനെയും അക്വിലാവിനോടുകൂടെ പ്രിസ്കില്ലയെയും യോജിപ്പിച്ച സർവശക്തനായ ദൈവം, ദൈവത്തിന് സ്തോത്രം, അവരെ അനുഗ്രഹിച്ച പോലെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അങ്ങനെയൊക്കെ അനുഗ്രഹ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവദാസന്മാർ പറയും. കർത്താവിന് സ്തോത്രം. അതുപോലെ ആ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. പൗലോസ് കൊരിന്തിലെത്തിയപ്പോൾ അക്വിലാവിൻ്റെയും പ്രിസ്കില്ലയുടെയും വീട്ടിൽ ചെന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, അവരെ 2 പേരെയും തൊഴിലൊന്നാകെ കൊണ്ട് അവൻ അവരോടുകൂടെ പാർത്തു വേല ചെയ്തു പോന്നു. കണ്ടോ? അപ്പൊ പൗലോസിന്റെ വേല എന്തുവായിരുന്നു? കൂടാരപ്പണി. അപ്പൊ അക്വിലാവിന്റെയും പ്രിസ്കില്ലയുടെയും ജോലി എന്തുവായിരുന്നു? കൂടാരപ്പണി. സ്തോത്രം. അപ്പം ജോലി ചെയ്തോണ്ട് സുവിശേഷ വേല ചെയ്യുന്നതിനും വലിയ കുഴപ്പമൊന്നും ഇല്ല. ഫുൾ ടൈം വേലയാണെന്നും പറഞ്ഞ് മുഴുവൻ സമയം കിടന്ന് ഉറങ്ങാതെ, മിണ്ടുന്നില്ല, മുഴുവൻ സമയവും വേലയ്ക്ക് ഇറങ്ങിയവര് മുഴുവൻ സമയം വേല ചെയ്യണം. നമ്മളാരും മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ഒരു ബുധനാഴ്ച പ്രാർത്ഥനയും പിന്നെ വൈകിട്ട് എന്നേലും ഒരു കോട്ടേജ് മീറ്റിംഗ്, ഒരു ഞായറാഴ്ച പ്രാർത്ഥനയും. ഫുൾ ടൈം വേലയാണ്, ഒന്നുമല്ല. അത് വല്ലാത്ത വേലയാണ്. പോട്ടെ, ഞാനിവിടേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക. അപ്പം ജോലി ചെയ്തുകൊണ്ടും എന്തോ ചെയ്യാം, വേല. നിങ്ങൾ എന്നോട് പിണങ്ങാൻ സഹകരിച്ചേ. ജോലി ചെയ്തുകൊണ്ടും എന്ത് ചെയ്യാം, വേല ചെയ്യാം. ഒരിക്കലൊരു സഭയിൽ ഞാൻ ചെന്നപ്പം, ആ സഭ വലിയൊരു സഭയാണ്. ആ സഭയിലെ പാസ്റ്ററോട് ഞാൻ ചോദിച്ചു, പാസ്റ്റർക്ക് ഭയങ്കര കൃപയാണല്ലോ, ധാരാളം ആത്മാക്കൾ ചർച്ചയിലുണ്ടല്ലോ. ഉടനെ പാസ്റ്റർ പറഞ്ഞു, ഒരു ആൻറ്റിയെ വിളിച്ച് കാണിച്ചു. ഈ ആൻറ്റിയാണ് ഈ സഭയിൽ 80% ആൾക്കാരെ കൊണ്ടുവന്നത്. ആൻറ്റിക്ക് തയ്യൽ ജോലിയാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് തയ്ക്കും,
തയ്ച്ചു 11 മണിയാകുമ്പോൾ ജോലിയെല്ലാം തീർത്ത് ബൈബിൾ എടുത്ത് വീടുകളിൽ കയറി പ്രാർത്ഥിക്കാൻ പോകും. അങ്ങനെ കൊണ്ടുവന്നവരാണ് ഈ സഭ നിറച്ചത്. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? വേല ചെയ്യാം. സ്തോത്രം. ഇനി ജോലി ചെയ്തുകൊണ്ട് ചെയ്യാം, ജോലി ചെയ്യാതെ ചെയ്യാം. പോട്ടെ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അമ്മേ, ഈ അങ്ങനെ അക്വിലാവിനോടും പ്രിസ്കില്ലയോടും കൂടെ ആര് താമസിക്കുകയാണ്? പൗലോസ് താമസിച്ച് ഒന്നിച്ച് കൂടാരപ്പണി ചെയ്യുക. സ്തോത്രം. എന്നിട്ട് 4-ാമത്തെ വാക്യത്തിൽ ശബത്ത് തോറും പള്ളിയിൽ പോവും. എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സമ്പാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. ഇങ്ങോട്ട് എല്ലാ ആഴ്ചയും പള്ളി ശബത്തിൽ പോയിട്ട് പള്ളി പ്രസംഗിക്കും. ഈ നിങ്ങൾക്കറിയാമോ, ഈ ഒരു സുവിശേഷകനെ സംബന്ധിച്ച് ഒരു ദേശത്ത് പ്രവർത്തിച്ചാൽ അവിടെ ആത്മാക്കൾ എഴുന്നേറ്റാൽ ആ സുവിശേഷകന് ഭയങ്കര സന്തോഷമാണ്. എഴുന്നേറ്റില്ലല്ലോ, അവിടെ മിണ്ടുന്നില്ല. ഞാനൊരിക്കൽ നോർത്തിൽ പ്രവർത്തിക്കാൻ പോയൊരു സുവിശേഷം പറഞ്ഞു. 11 വർഷമായി പ്രവർത്തിച്ചു, ഒരു കുടുംബത്തെ കിട്ടി. 11 കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു? ഒരു കുടുംബത്തെ കിട്ടി. ഞാൻ വലിയൊരു കാര്യത്തോടെ മനസ്സിനെ കൊണ്ടുവരിക. അപ്പം ആത്മാക്കൾ രക്ഷിക്കപ്പെടുക. ഇവിടെ യോഗം കഴിഞ്ഞ സ്നാനക്കുളം ഫ്രണ്ടിലുണ്ട്. യോഗം കഴിഞ്ഞ് സ്നാനം നടന്നാലേ ശുശ്രൂഷയുടെ റിസൾട്ടാണ് സ്നാനം. അത് നടന്നില്ല, നമുക്കൊരു മടുപ്പാണ്. മിണ്ടുന്നില്ലല്ലോ. പല പെന്തക്കോസ്ത് സഭയ്ക്കകത്തും പറ്റിയ കുഴപ്പം, ഈയിടെ ഒരു ചെറുക്കനോട് ഞാൻ പറഞ്ഞു, മോനെ നീ എന്താ സ്നാനപ്പെടാത്ത? അവൻ പറഞ്ഞു, ഞാൻ ഇത്ര വർഷമായിട്ട് ഞങ്ങളുടെ സഭയിൽ ആരും സ്നാനപ്പെട്ട് കണ്ടില്ല. ആരും കണ്ടില്ലെന്ന് 2 പേര് സ്നാനപ്പെട്ടു, സെക്രട്ടറിയുടെ മോളും ട്രഷററുടെ മോനും, അല്ലാതെ വേറെ ആരും എന്ത് ചെയ്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആത്മാക്കൾ പൗലോസിന് ഇങ്ങനെ ആരും രക്ഷിക്കപ്പെടുക ഒന്നും ചെയ്യാഞ്ഞപ്പം ഭയങ്കരമായ മടുപ്പ് പൗലോസിനുണ്ടായി. ആ സമയത്ത് 5-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചു നോക്കിയേ. ശീലാസും തിമത്തിയോസും മക്കദോനിയയിൽ നിന്ന് വന്നാറ്. മക്കദോനിയ ഇങ്ങോട്ട് വന്നു. പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി. അങ്ങനെയാണ്. ആരേലും ഒക്കെ കൂടുണ്ട്, ശുശ്രൂഷ വേറെ ലെവലാ. ഒരാമയും വരുന്നില്ല. ചിലരൊക്കെ വരണേന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാ? നീ വന്നൊന്ന് ഇരുന്നൊരു സ്തോത്രമൊക്കെ പറഞ്ഞാൽ മതി, ശുശ്രൂഷ അങ്ങ് വെളിപ്പെടും. അമ്മ ആരൊക്കെ എവിടെ നിന്ന് വന്നേ നോക്കിയേ. ശീലാസും തിമത്തിയോസും എവിടെ നിന്ന് വന്നു? മക്കദോനിയയിൽ നിന്ന്. മക്കദോനിയെന്ന് എവിടെ എത്തി? കൊരിന്തിലെത്തി. അവനങ്ങോട്ട് വന്നപ്പം പൗലോസിന്റെ പ്രസംഗം അങ്ങോട്ട് കേടി കൊടുമ്പിരി കൊണ്ടു, ശുഷ്കാന്തി പൂണ്ട്. യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർപ്പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാണ്. ഈ പൗലോസ് പ്രസംഗിക്കുക. ഈ ഒറ്റയ്ക്ക് പ്രസംഗിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ 2 പേരൂടെ ഉണ്ട്. ആരൊക്കെയാ? തിമത്തിയോസും തിമത്തിയോസും. ഇവർ 2 പേരും കൂടെ വന്നപ്പോൾ ശുഷ്കാന്തി പൂണ്ട് അങ്ങോട്ട് പ്രസംഗം തുടങ്ങി. പ്രസംഗം അങ്ങോട്ട് കൊടുമ്പിരി കൊണ്ടപ്പം ഇവന്മാർ പ്രസംഗത്തെ എതിർത്തു. ഇപ്പോൾ എപ്പോഴും ഓർക്കണം, പ്രസംഗം അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. എതിർപ്പൊക്കെ വരും. നമ്മളാരും മിണ്ടുന്നില്ലല്ലോ. എതിർപ്പൊക്കെ വരും. ദൈവത്തിന് സ്തോത്രം. എതിർപ്പ് വരുമ്പോൾ ഇട്ടാ ചോടരുത്, എതിർപ്പിൻ്റെ നടുവിലും പിടിച്ചു നിന്നോണം. അതാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ ഒരു വാക്യം കൂടെ വായിച്ചു നോക്കി. അവർ എതിർപ്പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാണ്. അവൻ വസ്ത്രം കുടഞ്ഞു. പൗലോസ് വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദി. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദി. ഞാൻ നിർമ്മലൻ. ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടം വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. അപ്പൊ പൗലോസിന് അങ്ങ് മടുത്ത്. ആരും അതിനെ കേൾക്കുന്നുമില്ല, സ്വീകരിക്കുന്നുമില്ല. ഇവന്മാർക്ക് ഒടക്കാനും എതിർക്കാനുമേ അറിയത്തുള്ളൂ. പൗലോസ് ഇങ്ങനെ വിട്ട് ഓടാന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നറിയാമോ? തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. അവിടെ അപ്പോൾ ഒരു സംഭവം നടന്നു. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ അങ്ങോട്ട് വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. അപ്പോഴത്തേക്ക് എന്തോ സ്നാനം നടക്കാൻ തുടങ്ങി. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ കർത്താവ് പൗലോസിന്റെ അടുക്കൽ വന്നു. നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, പൗലോസേ പേടിക്കരുത്, മിണ്ടാതിരിക്കരുത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. ഓ ഹല്ലേലൂയ.
കണ്ടോ, ഞാനൊരു ദൂത് നിന്നോട് പറയാം. നീ ഒന്ന് തളരുമ്പം നിന്നെ ശക്തീകരിക്കുവാൻ ചില ശീലാസുമാരെയും തിമത്തിയോസുമാരെയും വിട്ട് നിന്നെ ശക്തീകരിച്ച് ചില സ്നാനം നടത്തി കഴിയുമ്പം നീ പേടിക്കരുത്. കർത്താവ് പറയുക, പൗലോസേ പേടിക്കാതെ പ്രസംഗിക്ക്. ഒരു നല്ല ഹല്ലേലൂയ വരുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയാ, ഒറ്റയ്ക്കാന്നുള്ള ഭയം വേണ്ട. നിന്നെ കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിക്കാൻ പോവാ. ദൈവം പൗലോസിനോട് പറയുക, അവിടെ വായിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തിന് സ്തോത്രം. അമ്മി ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു. ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഈ 9ാമത്തെ വാക്യം. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. ഈ നമ്മളെക്കുറിച്ചെല്ലാം ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ഒരു പ്രശ്നം, ആ പദ്ധതി ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്തോത്രം. ദൈവം മനുഷ്യനോട് ഇടപെടുന്ന ചില മേഖലകൾ വചനത്തിൽ കൂടെ ദൈവം ഇടപെടും, പ്രവചനത്തിലൂടെ ദൈവം ഇടപെടും, സ്വപ്നത്തിലൂടെ ദൈവം ഇടപെടും, ദർശനത്തിലൂടെ ദൈവം ഇടപെടും, വെളിപ്പാടിലൂടെ ദൈവം ഇടപെടും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ചിലരോട് ദൂത് പറയാം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷാപരം കിട്ടുമ്പോൾ എല്ലാം തികഞ്ഞെന്ന് പറയരുത്. അതിനപ്പുറത്ത് വലിയ ദർശനങ്ങൾ പ്രാപിക്കണം. നിന്നെക്കുറിച്ചുള്ള ഭാവി പദ്ധതി ദൈവത്തിന് പറയാനുണ്ട്. അതെങ്ങനെയാ പറയേണ്ടത്? ദർശനത്തിലാണ് പറയുന്നത്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? പല ദർശനങ്ങളും രാത്രികാലങ്ങളിലാണ് കിട്ടുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമോ, കർത്താവേ ഇന്ന് ഒരു ദിവ്യ ദർശനം കാണണം. ആന കൊമ്പ് കുഴിക്ക് വരുന്നൊന്നുമല്ല. വലിയൊരു പാമ്പ് വന്ന് ഞങ്ങളുടെ അച്ഛനെ ഇങ്ങനെ ചുറ്റി വെച്ച് 10 വിടർത്തി തലയിൽ കൂടെ നിൽക്കുക, അങ്ങനൊന്നും അല്ല. നല്ല ദർശനം കാണുക. സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, വേദപുസ്തകം നിങ്ങൾ പഠിക്കണം. സ്തോത്രം. ദൈവം തൻ്റെ പ്രവൃത്തിയെല്ലാം ചെയ്യാൻ ദർശനമുള്ള ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ അറിവിലേക്ക് ഒരു കൊച്ചു കാര്യം കൂടെ പറയാം. സ്തോത്രം. സഭയെ മുഴുവൻ ശൗല് മുടിച്ചുകൊണ്ടിരിക്കുക. ആ ശൗലിനെ ദൈവം ഒന്ന് തൊട്ടപ്പോൾ അവൻ്റെ 2 കണ്ണും കാഴ്ച നഷ്ടപ്പെട്ടു. അവനൊരു വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക ചില ദിവസങ്ങളായിട്ട്. അനന്യാസിനോട് ദർശനത്തിൽ ദൈവം ഇടപെട്ടു. ഞാൻ അവനെ പകുതി തൊട്ടേക്കുക, ബാക്കി നീ ചെന്നൊന്ന് തൊടണം. ഞാനും തൊട്ടു, നീയും തൊട്ടാൽ അവൻ പുറത്തു വരും. കേട്ടോ, നിന്റെ വീട്ടിൽ ചിലത് പകുതി ദൈവം ചെയ്തേച്ച് നീ ഒരു ദർശനത്തിന് വെയിറ്റ് ചെയ്യുക. നിന്റെ വീട്ടിൽ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി, മനസ്സിലായവർ സ്തോത്രം ചെയ്യുക. ദർശനമുള്ളവർ ഇതിനകത്ത് എഴുന്നേൽക്കണം. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ഭാവി പദ്ധതിയുടെ ദർശനം ഇന്നത്തെ പ്രാർത്ഥനയിൽ വെളിപ്പെടാൻ പോവുക. എത്ര പേര് അതിന് ആമീൻ പറയും? ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക, ആമി തുടങ്ങി വെച്ച പലതും പൂർത്തീകരിക്കുവാൻ ഇന്ന് ചില ദൈവം ദർശനം തരിക. സ്തോത്രം, സ്തോത്രം. എസക്കിയേലിനോട് പറഞ്ഞു, ദേ നീ ഇന്ന് അസ്ഥിയുടെ താഴ്വരയുടെ നടുവിലോട്ട് ചെല്ലണം, എന്നിട്ട് അതിനിടയ്ക്കൂടെ ഒന്ന് നടന്നേച്ച് നീ ഇങ്ങ് ഇറങ്ങിപ്പോരണം. അപ്പം എന്തോ നടക്കും? നിന്റെ പുറകെ ഒരു സൈന്യം എഴുന്നേറ്റ് വരും. ഞാൻ എവിടോ ദൈവത്തിൻ്റെ ദൂത് പറയുക. അസാധാരണമായ ചില സംഭവങ്ങൾ നിന്റെ വീടിനകത്ത് ഈ ദിവസങ്ങളിൽ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കണ്ടോ ചിലരുടെ മേൽ ചിലർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെ ഇതിനകത്ത് അഭിഷേകം വ്യാപരിക്കുക. Glory to God, glory to God, glory to God, glory to God, glory to God. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം നിനക്ക് ദർശനത്തിൽ കൂടെ ദൈവം തരും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ചില വീടുകൾക്കകത്ത് വലിയ ദർശനമുണ്ടാകാൻ പോവുക. ചില വ്യക്തികളിൽ ദർശനമുണ്ടാകാൻ പോവുക. സ്തോത്രം. അനന്യാസിനോട് പറഞ്ഞു, അനന്യാസിനോട് ദർശനമുണ്ടായി. നീ എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. നീ അവിടെ ചെന്ന് അവൻ്റെ തലയെ കൈവെക്കണം. കൈവെക്കുമ്പോൾ ഒരു കാര്യം നടക്കും. അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് പൊഴിയുന്ന പോലെ ചിലത് പൊഴിഞ്ഞു വീഴും. സ്തോത്രം. ഒന്ന് ഞാൻ പറയാം, അവരുടെ അനന്യാസ് പറയുക, കർത്താവേ അവൻ്റെ കയ്യിൽ അധികാരപത്രമുണ്ട്. ദൈവം പറഞ്ഞു, അത് ഞാൻ ഇന്നലെ കീറിയായിരുന്നു. വേണ്ട, മിണ്ടുന്നില്ല. സഭയെ മുടിക്കുന്ന അധികാരമുണ്ട്, അത് ഞാൻ കീറിയിട്ടുണ്ട്. നീ തലേ കൈവെക്കുമ്പോൾ ബാക്കി കൂടെ കീറിക്കോളും. ഞാനിന്ന് നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ.
സ്തോത്രം, സ്തോത്രം. നീ ഒരു ദർശനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. എന്തു വില കൊടുത്ത് ഞാൻ നിന്നോട് പറയാം, ഇന്ന് ഈ വചനം കേൾക്കുന്നവർ ദൈവദർശനം പ്രാപിക്കണം. നിന്റെ വീട്ടിൽ ചിലത് ചെയ്തു തീർക്കാനുണ്ട്, പകുതി ദൈവം ചെയ്തിട്ടേക്കുവാ. ജീസസ് കൊർന്നല്യോസിൻ്റെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നേച്ച് പറഞ്ഞു, കൊർന്നല്യോസിനെ കുറിച്ച് ബൈബിളിൽ വായിക്കണ്ട, ഞാൻ പറയാം. 1, അവൻ ഭക്തനാ. 2, ദൈവത്തെ ഭയപ്പെടുന്നവനാ. 3, ധർമ്മം കൊടുക്കുന്നവനാ. 4, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാ. ദൈവം പറഞ്ഞു, നിന്റെ പ്രാർത്ഥന, നിന്റെ ധർമ്മം എല്ലാം മേളിലെത്തി. പക്ഷേ നിന്റെ വീട് ഇങ്ങനെ പോയാൽ പോരാ. നിനക്ക് ഞാൻ ദർശനം തരുവാ. നീ പത്രോസിനെ വിളിച്ച് വീട്ടിൽ വരുത്തണം. നിന്റെ വീട്ട് ഇങ്ങനെ പോയാൽ പോരാ, നിന്റെ വീടിൻ്റെ അവസ്ഥ മാറിയേ പറ്റൂ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. നിന്റെ വീടിനകത്ത് അസാധാരണ സംഭവങ്ങൾ എനിക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇനി വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് ദൂത് പറയാനുണ്ട്. നിന്റെ വീടിനകത്ത് കൊർന്നല്യോസേ, ഇത്രയും നാളും നിന്റെ വീടിനകത്ത് ദൈവഭയമുണ്ട്, നിന്റെ വീടിനകത്ത് ഭക്തിയുണ്ട്, നിന്റെ വീടിനകത്ത് ആര് വന്നാലും ധർമ്മം കൊടുക്കും, നിന്റെ വീടിനകത്ത് ദൈവത്തിന് സ്തോത്രം. അമ്മി ഇന്നലകളിൽ മുഴുവൻ നിന്റെ വീടിനകത്ത് എപ്പോഴും പ്രാർത്ഥനയാ. പക്ഷെ ഇന്നും നിന്റെ വീട്ടിൽ ഒന്നുകൂടെ നടക്കാൻ പോവുക. അതെന്താന്ന് കേട്ടോണം, നിന്റെ വീട്ടിൽ ആര് വന്നാലും അവർക്ക് അഭിഷേകം. ഓ യേശു, ആ ദർശനത്തിന്റെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാനും ഒരു ദർശനം പറയാം. ജീസസ് 30 വർഷം പഴക്കം നിന്റെ വീട്ടിനുണ്ടാകും. 3 മാസത്തെ പഴക്കമേ ഉള്ളായിരിക്കും. പക്ഷെ എന്നോട് ദൈവം പറയുന്നു, ഈയിടെ ഞാനൊരു വീട്ടിൽ പോയി, 85 വർഷത്തെ പഴക്കമുണ്ട് ആ വീടിന്. മറ്റൊരു വീട് 138 വർഷം പഴക്കം. ഞാൻ പറയാം, 138 വർഷം തൊട്ട് 3 ആഴ്ച വരെ പഴക്കമുള്ള വീടാണ് നിന്റെ വീട്ടിലെങ്കിലും. നിന്റെ വീട്ടിൽ ഇന്ന് വരെ നടക്കാത്തത് എന്തോ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോവാ. ഞാനൊന്ന് വെളിപ്പെടുത്തട്ടെ. സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കൊർന്നല്യോസിന്റെ വീട്ടില് സ്തോത്രം, ഇന്ന് വരെ ആര് പോയിട്ടുണ്ടോ അവരെല്ലാം കണ്ടിട്ടുണ്ട്. കൊർന്നല്യോസിന് ഭയങ്കര ദൈവഭയമാണ്. കൊർന്നല്യോസിന്റെ വീടിന്റെ അടുത്ത പ്രത്യേകത, കൊർന്നല്യോസ് ഒരു ഭക്തനാ. കൊർന്നല്യോസിന്റെ വീട്ടിൽ ഇന്ന് വരെ ആര് പോയാലും പറയും, ആര് ചെന്നാലും ധർമ്മം കൊടുക്കും. കൊർന്നല്യോസിന്റെ വീടിന്റെ അടുത്ത വിശേഷത, ദൈവത്തിന് സ്തോത്രം, കൊർന്നല്യോസിന്റെ വീട്ടിൽ എപ്പോഴും പ്രാർത്ഥനയാണ്. എന്നാൽ ഈ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ കൊർന്നല്യോസ് പറയുക, ഇതുവരെ ഇല്ലാത്ത ഒന്നുകൂടെ എൻ്റെ വീട്ടിൽ ആഡ് ചെയ്യുക. അതെന്നാന്നറിയാം, ആര് വന്നാലും അഭിഷേകം. ഓ യേശുവിൻ്റെ നാമത്തിൽ, ഓ ജീസസ്. സഭയിൽ നടന്നതുപോലെ നിന്റെ വീട്ടിൽ സ്നാനം നടക്കും. സ്തോത്രം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്റെ വീട്ടിൽ ചിലരെ തൊട്ടു, ഇനിയും ചിലരെ കൂടെ ദൈവം തൊടും. നിന്റെ വീട്ടിൽ വലിയ ആത്മീയ അന്തരീക്ഷം ഉണ്ടാകാൻ പോവുക. അതൊക്കെ ഉണ്ടാകണമെങ്കിൽ നീ ദർശനം പ്രാപിക്കണം. പൗലോസിനോട് ദർശനത്തിൽ ദൈവം സംസാരിക്കുക. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് ദർശനമുണ്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക, ആത്മാവ്, നീ ഈ ദിവസങ്ങളിൽ ദർശനം കാണണം, സ്വപ്നം കാണണം. ഒരാമയും പറഞ്ഞില്ല. മനസ്സിലായോ? സ്വപ്നം കാണുന്നത് സുഖമുള്ള പരിപാടിയല്ല. യോസഫിന്റെ സഹോദരന്മാർ സ്വപ്നത്തെ കുഴിച്ചുമൂടി, പക്ഷേ ഒരൊറ്റ മണൽത്തരി ആ സ്വപ്നത്തിന്റെ മേളിൽ വീണില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ ദർശനത്തെ കുഴിച്ചുമൂടാൻ, നിന്റെ സ്വപ്നത്തെ കുഴിച്ചുമൂടാൻ ചിലർ എഴുന്നേറ്റിട്ടുണ്ട്. പേടിക്കരുത്, ഭയപ്പെടരുത്. നമുക്ക് വചനത്തിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. സ്തോത്രം. നിങ്ങൾ ഇത് ഇച്ചിരി ഗഹനമായിട്ടൊന്ന് എടുക്കണം. ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലീശ പ്രവാചകന്റെ കാലത്ത്, ഞാനിത് പ്രസംഗിക്കാൻ കൊണ്ടുവന്ന ഭാഗമല്ല, എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ദൈവം ഒരു ബോധ്യം തരുക. ഒരു കുഷ്ഠരോഗിയായ മനുഷ്യനെ 5-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പേര് പറയാമോ? നയമാൻ എന്നാ പേര്. സ്തോത്രം. അവൻ ഭയങ്കര ജോലിയാണ്, അവന് ഏറ്റവും നല്ല പൊസിഷനാണ്. പക്ഷേ കുഷ്ഠരോഗിയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു 20 ഷർട്ട് മാറണം. ആരും അടുത്ത് ചെല്ലത്തില്ല. അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ഒരു ഇസ്രായേലിയ പെങ്കൊച്ച് ഈ
ചലം വരേണ്ട ഉടുപ്പ് നനയ്ക്കുക. കാര്യം കവർച്ചയ്ക്ക് പോയി പിടിച്ചോണ്ട് വന്ന അവൾ പറഞ്ഞു, ദേ ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട്, അവിടെ ചെന്നാൽ ദിവസം 20 ഉടുപ്പ് മാറണ്ട. ആ പുള്ളി ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നിന്റെ ഈ കുഷ്ഠം പൊട്ടും. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ജന്മം നിങ്ങൾ ചോദിക്കട്ടെ, 4 കോടി രൂപ, സ്തോത്രം, 4 കോടിയുടെ വണ്ടി നിനക്കുണ്ടെങ്കിലും കുഷ്ഠമാണേ പ്രയോജനമുണ്ടോ? പറ ഇല്ല. ഈ ചില രോഗമൊക്കെ ഉള്ളവരെ കാണുമ്പം അവരെ ഒരുമാതിരി, സ്തോത്രം, വല്ലാത്ത രീതി നോക്കി ചിരിക്കുമൊന്നും ചെയ്യരുത്. അവരെ നോക്കി സ്തോത്രം പറയണം. കാരണം നിനക്കത് വന്നില്ലല്ലോ. ഒരാമ്യം വരുന്നില്ല. ചില ഈ കളിയാക്കുന്നവന്മാരുണ്ട് നിങ്ങളുടെ ഇടയില്ല, വല്ലവരും ഉണ്ട് നിന്നോടുവാ. സ്തോത്രം. ഈ ഏറ്റവും വലിയ ഒരുത്തനെ അപമാനിക്കുന്നതിനും ആ കളിയാക്കി ചിരി. എന്തുവാ? നിങ്ങളാരും അങ്ങനെ ചെയ്യുന്നവരല്ല. സ്തോത്രം. ചിലരെന്തോ ചെയ്യും? കളിയാക്കി ചിരിക്കും. ഇപ്പം നീ ചിരിച്ചോ, കുറച്ചാൾ കഴിയുമ്പോൾ നാട്ടുകാർ മുഴുവൻ നിന്നെ നോക്കി ചിരിക്കും. അതുകൊണ്ട് അങ്ങനൊന്നും ചെയ്യരുത്. കാരണം ഒരു രോഗി നിൻ്റെ അടുക്ക വന്ന, സ്തോത്രം, അതിനർത്ഥം നമുക്ക് ആ രോഗം വരാതെ ദൈവം സൂക്ഷിച്ചല്ലോ. എത്ര പേരെ അതിന് ആമീൻ പറയും? അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. അപ്പം ഈ പെങ്കൊച്ചു പറയുക, ഇവനെ ഞങ്ങളുടെ രാജ്യത്തെ പ്രവാചകൻ്റെ അടുക്ക ചെന്നാൽ സൗഖ്യമാവും. സ്തോത്രം. ഇവൻ നേരെ കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് എഴുത്തു വാങ്ങിച്ച് ആ രാജാവിൻ്റെ അടുക്ക ചെന്നു. രാജാവിന് എഴുത്തു കൊടുത്തേച്ച് പറഞ്ഞു, ഈ കൊടുത്തുവിട്ട രാജാവ് പറഞ്ഞു, ഞാനൊരാളെ അങ്ങ് വിട്ടുവാ, സൗഖ്യമാക്കി തിരിച്ചു വിടണം. ഉടനെ രാജാവ് എടുത്തു വാങ്ങിച്ചു പറഞ്ഞു, ഞാൻ എന്നെ സൗഖ്യമാക്കാൻ ദൈവമാണോ? ഇവൻ യുദ്ധത്തിന് കാരണം അന്വേഷിക്കുക. വിവരം ഏലിശ അറിഞ്ഞു. ആളെ വിട്ടു ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു. പരിഹാരം ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അവൻ വീട്ടുമുറ്റത്ത് വന്നപ്പോൾ പ്രവാചകന് ദർശനം കൊടുത്തു. എന്തുവെന്നറിയാമോ? യോർദാനിൽ 7 മുങ്ങിയാൽ നിന്റെ ശരീരത്തിൽ വ്യാപരിച്ച ബാധ മാറുമെന്ന്. ഞാനൊരു ദൂത് പറയാം. ദർശനത്തിൻ്റെ പ്രത്യേകത, നിന്റെ തടസ്സം ദർശനത്തിൽ വെളിപ്പെടും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത്, നിന്റെ കുഞ്ഞ് ഗതി പിടിക്കാത്തതിന്റെ കാരണം ദർശനത്തിൽ വെളിപ്പെടും. നിന്റെ ബിസിനസ് പച്ച പിടിക്കാത്തതിന്റെ ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഒരിക്കൽ ഒരു രാജ്യത്ത് ദൈവവചനം പ്രസംഗിക്കാൻ പോയി. അപ്പോൾ അവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാൾ എന്നെ വിളിച്ചോണ്ട്, സ്തോത്രം, ബിസിനസ് സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, സ്തോത്രം, പാസ്റ്റർ ഈ ബിസിനസ് സ്ഥാപനത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ഭയങ്കര ലാഭം വരുന്നുണ്ട്, പക്ഷെ 10 പൈസ മീതിയില്ല. സ്തോത്രം. എപ്പോഴും എൻ്റെ വേറെ ബിസിനസ്സിൽ ഇങ്ങോട്ട് കാശിടുക. അപ്പം ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പം പുള്ളിയുടെ കൂടെ നിൽക്കുന്നൊരു ആളുണ്ട്. പുള്ളിക്കാരൻ പെട്ടെന്ന് എനിക്ക് നല്ല ജ്യൂസും നല്ല സാൻഡ്വിച്ചും ഒക്കെ കൊണ്ടു തന്നു. സ്തോത്രം. എന്നിട്ട് പാസ്റ്റർ പ്രാർത്ഥനയ്ക്ക്, സ്തോത്രം, ഞങ്ങൾ കാത്തിരിക്കുക, ഞങ്ങളുടെ കമ്പനിയുടെ ഗതികേട് മാറണം. എന്നിട്ട് ഇവന് എൻ്റെ കാലിൻ്റെ ചോട്ടിയിരിക്കുക. എനിക്ക് സാൻഡ്വിച്ച് പൊളിച്ചു തരുന്നു, ജ്യൂസ് തരുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ ഓണർ ഇവനെ ചേർത്ത് പിടിക്കും. ഞങ്ങൾ രണ്ടും കൂടെ അത് നടത്തുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇവനെ പറഞ്ഞു വിട്ടാൽ നിങ്ങൾക്ക് ലാഭം കിട്ടും. അവിടെ മിണ്ടുന്നില്ല. അവൻ എന്നെ നിറകണ്ണോടൊന്ന് നോക്കി. സാൻഡ്വിച്ച് തന്നിട്ടും ഷെയ്ക്ക് തന്നിട്ടും ഇത് പറഞ്ഞല്ലോ, മോനെ, സാൻഡ്വിച്ച് വേറെ ഷെയ്ക്ക് വേറെ. ഞങ്ങൾ ചില കാര്യം തുറന്ന് പറയാത്തോണ്ടാ, വെളിപ്പെടാഞ്ഞിട്ടല്ല. എത്ര വരുമെന്ന് നോക്കിയിരിക്കുക നമ്മൾ. കണ്ടോ, മിണ്ടുന്നില്ല. ഞാൻ ചുമ്മാ നിങ്ങളോട് ചോദിക്കുവാണേ, ഈ മീനെ പിടിച്ചിട്ടുണ്ടോ? മീനെ പിടിച്ചിട്ടുള്ള ഒരു കൈപൊക്കിക്ക്. മൊത്തം മീൻ പിടുത്തമായിരുന്നു. എല്ലാവരും അവിടെ എത്ര ആദ്യമാനും കൈപൊക്കുന്നു. നോക്കിയേ, മീനെ പിടിക്കാനോട് ഏറെ അമ്മയെ അങ്ങോട്ട് കൊരുത്തങ്ങോട്ടിടും. അങ്ങനെയാണോ? സമയം അല്ലെങ്കിൽ അല്ലേ? കൊടുത്തിടും. കൊരുത്തിട്ടിട്ട് അമ്മ, സ്തോത്രം, ഒരു ചൂണ്ടയും കൂടെ കൊരുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. മീൻ വന്ന് കൊത്തിയാൽ ചോദ്യം, സ്തോത്രം, ഫോണേ വരണോ? വേണ്ട. ആ നൂലെ പിടിക്കുമ്പോൾ അറിയാം കൊത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നല്ല മീൻപിടുത്തക്കാരൻ കൊത്തിയോ ഉടനെ പിടിക്കത്തില്ല, വിട്ടുകൊടുക്കും. ചെറുടെ ഇവൻ്റെ വലിവ് കാണുമ്പോൾ അറിയാം ഇച്ചിരിയുള്ള കുഞ്ഞു മീനാണോ കൊത്തിയേ, ഉഗ്ര സാധനമാണോ കൊത്തിയത്. ശരിയാണോ? വിട്ടുകൊടുക്കുമ്പോൾ മീൻ ഓർത്തു, എരയും കിട്ടി, അകത്തൊരു സമ്മാനവും കിട്ടി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആ പിടി മുറുകുന്നേ.
പിടി മുറുക്കിയപ്പം പുള്ളി അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങോട്ട്. അപ്പം ഈ ചൂണ്ട പിടിച്ചപ്പോൾ മനസ്സിലായി ഇര കൊത്തിയിട്ടുണ്ട്. ഇതുപോലെ ചിലരുടെയൊക്കെ പോക്ക് കാണുമ്പം നമ്മൾ ഇച്ചിരി വിട്ടുകൊടുക്കും. പക്ഷെ നൂലേൽ അറിയോ? പിന്നെന്താ മിണ്ടായിരിക്കുന്നത്? നൂലേ അറിയാം കൊത്തിയിട്ടുണ്ടോ, പോന്നുണ്ടോ. ഇങ്ങോട്ട് ഞാൻ വെളിപ്പാട് പറയട്ടെ. അവൻ പറഞ്ഞു, സ്തോത്രം, യോർദാനിൽ പോയി 7 മുങ്ങിയാൽ നീ 70 ആശുപത്രി പോയ വിഷയം ഇന്ന് പരിഹരിക്കപ്പെടും. ഉടനെ അവൻ പറയാം, ഞങ്ങളുടെ അവിടെ കുറേ നദിയുണ്ട്. ആ നദിയുടെ പേരെന്തൊക്കെയാ? അബാനെ. നിന്റെ അവിടെ അബാനെ ഉണ്ട്, പർപ്പര് വേറെ ഉണ്ട്. പണി കൈവച്ചാൽ മതി, ഇതിൽ മുങ്ങിയാലേ പറ്റൂ. ഞാൻ മിണ്ടുന്നില്ല. ഞാനൊരു ദൂത് പറയാം. ദൈവം ദർശനം തന്നാൽ ആ ദർശനപ്രകാരം ചെയ്താൽ നീ ഒരു ബാധ ചുമക്കേണ്ടി വരികയില്ല. Glory to God. Glory to God. സ്തോത്രം. ശ്രദ്ധിക്കണേ. ഒരിക്കല് അപ്പന്റെ കഴുത നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ശൗലെന്ന് പറയുന്നയാള് ശൗമേൽ പ്രവാചകന്റെ അടുക്ക ചെന്നപ്പോഴേ ശൗമേൽ പറഞ്ഞു, ഇവിടെ താമസിക്ക്, നാളെ പോവാം. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ വന്നതേ. പുള്ളി പറഞ്ഞു, വന്ന കാര്യം ടെൻഷൻ എടുക്കണ്ട, അത് വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. ദർശനമാ. എടാ മിണ്ടുന്നില്ല. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. നീ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നീ എന്ത് അന്വേഷിച്ചു വന്നോ അത് നിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഓ, എനിക്കെന്തോ ആഴമേറിയ വെളിപ്പാട് ദൈവാത്മാവ് തരിക. ഇന്ന് നീ ആഗ്രഹിച്ചു വന്നത്, എന്ത് ചോദിക്കാൻ വന്നോ, എന്ത് പ്രാർത്ഥിക്കാൻ വന്നോ അതും നിന്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. ഇനി ഇച്ചിരൂടെ ഗഹനമായിട്ട് പറയാം. പൗലോസിന് ദർശനത്തിൽ, അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറയാം, നല്ല ദർശനം പ്രാപിക്കണമെന്ന് പറ. ഓ സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഒന്നീ വചനത്തിലൂടെ, അല്ലെ പ്രവചനത്തിലൂടെ, അല്ലെ വെളിപ്പാടിലൂടെ, അല്ലെ ദർശനത്തിലൂടെ, അല്ലെ സ്വപ്നത്തിലൂടെയാണ് ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് കൈമാറുന്നത്. ഒരാമയും വരുന്നില്ല. നീ ഇപ്പൊ 0-ൽ നിന്റെ ലൈഫിന് വേർതിരിക്കുന്ന എവിടാന്നറിയാമോ? ദർശനത്തിലാണ്. എത്ര പേര് ആമയും പറയാൻ പറ്റും? ദർശനം ഇല്ലാത്തവർക്ക് ഇതൊന്നും മനസ്സിലാകുകയില്ല. സ്തോത്രം. ഇത് പ്രാപിക്കണ ദൈവിക ദർശനം പ്രാപിക്കണം. ഞാൻ ഇച്ചിരി ഗഹനമായിട്ട് വരാം. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിലേക്ക് വന്നേ. 7-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം. ദർശനം കൊടുക്കുക. മനസ്സിലായോ? പൗലോസ് ഒന്ന് ക്ഷീണിച്ചപ്പം 2 പേരെ വിട്ടു. ആരെയൊക്കെയാ? ശീലാസിനെ, തീമോത്തിയോസിനെ വിട്ടു. അവര് വന്നപ്പോൾ ശുഷ്കാന്തി പൂണ്ടു. അന്നേരം പിന്നെ ഒരു മടുപ്പുണ്ടായി. ഉടനെ ദൈവം ദർശനത്തിൽ ഇറങ്ങുക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്നെ ശക്തീകരിക്കാൻ ദൈവം പദ്ധതികൾ ഇടുകയാണ്. എന്നിട്ട് അവന്റെ അടുക്കൽ വന്നിട്ട് പറയുന്ന ഭാഗമാണ്, ശ്രദ്ധിച്ചേ. നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം. നീ പേടിക്കാതെ പ്രസംഗിക്കാം. നിന്റെ വാ പൊത്തിക്കാൻ ചിലര് നോക്കുമ്പോ ദൈവം പറയുക, പേടിക്കാതെ പ്രസംഗിച്ചു, മിണ്ടാതിരിക്കരുത്. ബൈബിളിൽ വാക്യമാണ്, നിന്റെ വായെ വിസ്താരത്തിൽ തുറക്ക. ബാക്കി പറയോ. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട്, നിന്റെ നാവിനെ സമർത്ഥകനായ ലേഖകന്റെ നിന്റെ വായെ മൂർച്ചയുള്ള ഒരു വാൾ പോലെയാക്കി എന്റെ കൈയുടെ നിഴലിൽ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇന്ന് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെന്തോ ദൈവാത്മാവ് വലിയ ബോധ്യം തരുക. ഈ ദിവസങ്ങളിൽ നിന്നോട് ദർശനത്തിൽ ദൈവം സംസാരിക്കും. എന്നോട് ഒത്തിരി രാത്രികൾ ദൈവം സംസാരിച്ചിട്ടുണ്ട്, പകലുകൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്നും ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക. പൗലോസേ, ഭയപ്പെടാതെ പ്രസംഗിക്കാം. നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം, മിണ്ടാതിരിക്കരുത്. നീ ഒരു നിമിഷം പോലും എന്ത് ചെയ്യരുത്? മിണ്ടാതിരിക്കരുത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പേടിക്കണ്ട. മുഴുവൻ പേരും നിനക്കെതിരാ, പക്ഷെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ആരും നിന്നെ കൈയേറ്റം ചെയ്ത്, അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പറ. എന്നിട്ട് പറയാ, ആരും നിന്നെ
ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ദോഷപ്പെടുത്തത്തില്ല, ഉറപ്പ് ഞാൻ തരുക. നിനക്കെതിരെ ഊമക്കത്ത് വരുന്നുണ്ട്, പക്ഷെ തൊടുകാല. പിന്നെ നിനക്കെതിരെ ചിലര് ഗൂഢാലം നടത്തുന്നു, പക്ഷെ തൊടുകാല. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ബാബേക്കോട്ടയിൽ ജലത്തിന്റെ ഭാഷ കലക്കിയ പോലെ ചില ദുരാലോചന ദൈവം കലക്കുന്നു. ബാബേൽ കോട്ടയിൽ ജലത്തിന്റെ ഭാഷ. ശത്രുപാളയത്തിൽ പാച്ചിൽ അയക്കുന്ന ദൈവം. ബാബേൽ കോട്ട പണിതപ്പോളേ കർത്താവ് അവരുടെ ഭാഷ എന്തോ ചെയ്തു. ഒരുത്തൻ മലയാളത്തിൽ കല്ല് വെക്കണമെന്ന് മറ്റവൻ ഹിന്ദി പറയുക, നമുക്ക് ഹിന്ദി മറ്റുള്ള മറ്റൊരു ഇംഗ്ലീഷിൽ പറയുക, അന്നേരം അപ്പുറത്ത് നിന്ന് സ്പാനിഷിൽ പറയുക, അതിനപ്പുറത്ത് നിന്നവൻ ഹീബ്രുവിൽ പറയുക. മൊത്തത്തിൽ പറച്ചില്ല. പിന്നെ അവസാനം ഗതി കെട്ട് എടുത്ത കല്ല് താഴെ ഇട്ട് ചവന്മാരെല്ലാം വീട്ടിൽ പോയി. ജീവനുണ്ട് ഇനി ഇവൻ്റെ കൂടെ പണി. അങ്ങനെ തമ്പുരാൻ കലക്കുന്നു. ചില പദ്ധതിയൊക്കെ ഇന്ന് കലക്കി കളയണം. ദൈവപ്രവൃത്തിക്ക് വിരോധമായി സ്തോത്രം, സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ പറ. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയാം. സ്തോത്രം. പരിശുദ്ധാത്മാവിന് വലിയ കാര്യം ഇന്നത്തെ പ്രാർത്ഥന ചെയ്യാനുണ്ട്. വിശ്വസിക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറ. സ്തോത്രം. പ്രതീക്ഷയോടെ ഇരുന്നാൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. സ്തോത്രം. നമുക്ക് ദൂതിലോട്ട് വരുക. ഈ തമ്പുരാൻ അന്ന് മാത്രമല്ല കലക്കുന്നേ, ഇപ്പോഴും പല പദ്ധതിയും നിനക്കെതിരെ ചിലർ കൂടി ഒന്നിച്ചു ഒരുക്കിക്കൊണ്ട് വന്നതാ. പക്ഷെ ഇപ്പൊ അവര് തമ്മിൽ അങ്ങ് പിണങ്ങി. തമ്പുരാൻ പിണക്കിയ സ്തോത്രം. അത് നീ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, ദൈവം അതങ്ങ് ചെയ്തോളൂ. അപ്പൊ ഭയപ്പെടാതെ എന്തോ എഴുതണം, പ്രസംഗിച്ചോണം. സ്തോത്രം. ആരും നിന്നെ ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഇല്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. പൗലോസേ കളഞ്ഞേച്ച് പോകല്ല. ഈ പട്ടണത്തിൽ എനിക്ക് എന്നിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം. ആമേ. അതിന്റെ താഴത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. പോകാനിരുന്ന പൗലോസ് 1 ആണ്ടും 6 മാസവും എന്ന് പറഞ്ഞ 18 മാസം അവിടെ നിന്ന് ശുശ്രൂഷിച്ചപ്പോൾ പൊങ്ങി വന്ന സഭയാ കൊരിന്തിലെ സഭ. ഇനി ഞാൻ ഗഹനമായ ദൂതിലോട്ട് വരിക. ആ സഭയ്ക്ക് പൗലോസ് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഒരു വാക്യം വായിച്ചത്. അത് എത്രത്തോളം പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. 3-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. സ്തോത്രം. അതിൻ്റെ 1-ാമത്തെ വാക്യം, എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോടെന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. എനിക്ക് ചൊവ്വേ നിന്നോടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. 2-ാമത്തെ വാക്യം, ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്. നിങ്ങൾക്ക് ഭക്ഷണമല്ല തന്നത്, പാലാ തന്നെ. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. കാര്യം നിങ്ങൾക്ക് അത് ഭക്ഷിക്കാനുള്ള കഴിവില്ലായിരുന്നു. ഇപ്പോഴും കഴിവായിട്ടില്ല. എന്നാലും കയ്യിരിപ്പിന് ഒരു കുറവുമില്ല. ഇപ്പോഴും നിങ്ങൾക്ക് കഴിക്കാനുള്ള കഴിവ് ആയിട്ടില്ല. കൊച്ചു പിള്ളേർക്ക് കണ്ടിട്ടില്ലയോ? കൊച്ചു പിള്ളേർക്ക് ചിക്കൻ ഫ്രൈ ചെയ്തും കൊടുക്കുവാന്നോ? ഒരു കാല് എന്നാ പിടിച്ചോടാ മോനെ ആന്നോ? അല്ല, സെർലാക്ക് എടുത്ത് വെള്ളത്തിൽ കലക്കി അങ്ങനെ അല്ലയോ? കുഞ്ഞിനെ മേടിച്ച് മടിയിലോട്ട് കടത്തി ഓരോ സ്പൂണ് അവൻ പകുതി വായിലും പകുതി വെളിയിലും തള്ളും.
ആ വായിക്കാൻ ചുറ്റും ആ സ്പൂൺ ഓടിച്ച് വീണ്ടും അത് സാധനത്തിൽ കയറ്റി. ഇവർക്ക് ഭക്ഷണമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, സെർലാക്ക് കുടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, രക്ഷയ്ക്കായി വളരാൻ വചനമെന്ന അത് ആത്മിക ഭോജനത്തിന് പാല. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഭക്ഷിക്കാൻ എന്തില്ലായിരുന്നു? കഴിവില്ലായിരുന്നു. ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? അപ്പൊ നിങ്ങളുടെ ഇടയിൽ എന്തോ ഉണ്ട്? ഈർഷ്യ ഉണ്ട്, പിണക്കമുണ്ട്. ഞാൻ ഒരു കൊച്ചു കാര്യം, ഈ സഭയുടെ ആദ്യത്തെ ലെവലിൽ നിങ്ങളത് വായിക്കണേ. ദൈവത്തിന് സ്തോത്രം. 6-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം. എന്നാലും നമുക്ക് ഇവിടോട്ട് വരാൻ പറ്റും. അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. കൊരിന്തിലെ സഭ ഇപ്പൊ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ ഏറ്റവും വലിയ സമ്പന്നത വചനത്തിന്റെ സമ്പന്നതയാ. എന്തുവാ? വചനത്തിന്റെ. എന്നെ ഒരിക്കൽ TV പ്രോഗ്രാം കണ്ട് ഒരു കൂട്ടർ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും ഭയങ്കര വലിയ ടീമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കസാരയിലൊക്കെ ഇരുന്നപ്പം ഞാൻ ബൈബിൾ എടുത്തോട്ട് പറഞ്ഞു, നമുക്കൊരു വാക്യം വായിച്ചിട്ട് സ്തോത്രം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബൈബിൾ എടുക്കാമോ എന്ന് ചോദിച്ചപ്പം ഭർത്താവ് ഭാര്യയുടെ മുഖത്തും ഭാര്യ പിള്ളേരുടെ മുഖത്തും നോക്കുക. അപ്പോൾ പോയി എങ്ങാണ്ട് വന്നൊരു ഫോൺ എടുത്തുകൊണ്ട് വന്നു. ഒരു 2 മിനിറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടെന്നു ബൈബിള്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് വീട്ടിലില്ലയോ? എങ്ങാണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇനി അത് ഞാനങ്ങ് സഹിക്കാം. രണ്ടാമത്തെ എനിക്ക് സഹിക്കാൻ വയ്യാത്ത. അച്ഛൻ നോക്കണ്ട, പത്രം കൊടുത്ത കൂട്ടത്തിൽ അതും കൊടുത്തായിരുന്നു ഭാര്യ. എന്നിട്ട് എന്നെ വിളിച്ചേക്കാ പ്രാർത്ഥിക്കാനവിടെ. എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ഓർത്തേ. യേശു ക്രിസ്തുവിൻ്റെ അവസ്ഥയാ. എന്തുവാ? 2 കള്ളന്മാരുടെ നടുവി. ഞാൻ പറഞ്ഞു, ഇപ്പം വരാം. ബൈബിളും അടച്ച് എൻ്റെ ബാഗ് എല്ലാം അവിടെ വെച്ചിട്ട് ടൗണിലാ ഞാൻ ഇറങ്ങി. എനിക്ക് ബൈബിള് കടയറിയാം. 6 കടയുടെ അപ്പുറത്ത് ചെന്ന് 3 നല്ല പുതിയ ബൈബിൾ വായിച്ച് എൻ്റെ വകയായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു. പോർച്ച് ബെൻസ് 2, ഓടി 1. പക്ഷേ വീട്ടിലെന്തോ ഇല്ല. ക്രിസ്ത്യാനിയേ കഷ്ടം. ഞാൻ അത്രേ പറയത്തുള്ളൂ. കൊരിന്തിലെ സഭ അങ്ങനല്ല. വചനത്തിൽ സഭ വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. സമ്പന്നരായി കൊരിന്തിലെ സഭ. ഇനി കേട്ടെ, ഇനി ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരല്ല, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ. അപ്പൊ ഈ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയിൽ ഈർഷ്യം പിണക്കമുണ്ടോ? ഉണ്ട്. അപ്പൊ മൊത്തം കുഴഞ്ഞേ. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയിൽ, വചനത്തിന്റെ സമ്പന്നതയുള്ള സഭയിൽ ഈർഷ്യം പിണക്കമുള്ളവരുണ്ടോ? ഈർഷ്യം പിണക്കം മാത്രമല്ല, 3-ാം അധ്യായത്തിൽ ബാക്കിയൂടെ പറഞ്ഞിട്ട് പറയാം. 5-ാമത്തെ വാക്യം. അല്ല 4-ാമത്തെ വാക്യം. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പല്ലോ സാർ മതി. അപ്പം ഈർഷ്യ ഉണ്ട്, പിണക്കമുണ്ട്, പക്ഷപിടുത്തമുണ്ട്. അപ്പൊ തന്നെ ആ സഭയില് സകല വചനത്തിൽ സമ്പന്നരും ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരും സകല പരിജ്ഞാനത്തിൽ സമ്പന്നരുമാണ്. ഇതെല്ലാം കൂടെ എങ്ങനെ ഒത്തുപോന്നേ? മൊത്തം കുഴഞ്ഞേ. നിങ്ങൾ ശ്രദ്ധിക്കണം. പൗലോസിനാൽ ഉരുവായ കൊരിന്തിലെ സഭയിൽ ഒരു വചനത്തിൽ സമ്പന്നതയും പരിജ്ഞാനത്തിൽ സമ്പന്നതയും ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയിൽ ഈർഷ്യയും പിണക്കവും പക്ഷം പിടുത്തവും ഉണ്ട്.
ഒരു സ്തോത്രം പോലും പറയാൻ പറ്റാതെ ശൂന്യത വെളിപ്പെട്ടു ഇവിടെ. എൻ്റെ കാര്യം പറയാം. നമ്മൾ പാപ്പച്ചൻ്റെയും ചാക്കോയുടെയും തോമായുടെയും പൗലോസിൻ്റെയും മക്കളാണ് സഭയിലാണെങ്കിലും. മനസ്സിലായില്ല? നാളെ ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഇനി നിങ്ങളുടെ ചർച്ചിൽ വരത്തില്ല, ഞാൻ വേറെ ചർച്ചിൽ പോവാ. സ്തോത്രം, അവിടെ നിങ്ങളുടെ കൂട്ട് ഒരു പിണക്കവും ഇല്ലാത്ത സഭയാണ്. ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്കും അവിടെ മെമ്പർഷിപ്പ് വേണം. സ്തോത്രം. ദൂതന്മാരുടെ സഭ കേരളത്തിലില്ല. പാപ്പച്ചൻ്റെയും തോമായുടെയും ചാക്കോയുടെയും രമണിയുടെയും സുമതിയുടെയും പങ്കജാക്ഷിയുടെയും എല്ലാവരും കൂടെ പിള്ളേർ കൂടുന്ന സഭയാണ് ദൈവത്തിൻ്റെ സഭ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഒരുത്തന് പകയുണ്ടെങ്കിൽ, ഒരുത്തന് പിണക്കമുണ്ടെങ്കിൽ, ഒരുത്തന് പക്ഷം പിടുത്തം ഉണ്ടെങ്കിലും കൃപാവരം ഉള്ളവരും അതിനകത്തുണ്ട്. ഞാൻ ദൂതിനെ വിവരിക്കുക. എന്നിട്ട് പൗലോസ് അവരോട് പറയുന്ന മറുപടിയാ ഈ ചിത്രം വെച്ചുകൊണ്ട് വേണം ഈ വചനം കേൾക്കാൻ. ഇനി എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ ചിത്രം വെച്ചുകൊണ്ട് കേൾക്കാൻ പറയണം. അവർ പൗലോസ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കി. നട്ടവനും വിലയില്ല, നനച്ചവനും വിലയില്ല, വളർത്തിയവനാണ് ഇതിൻ്റെ നടുനായകത്വം. ഞാൻ ഇനി ദൂതിലോട്ട് വരിക. ഇച്ചിരി മിനിറ്റേ ഉള്ളൂ ആ ദൂത് ഞാൻ പറയും. ഗ്ലോറി ടു ഗോഡ്. എന്നോട് പരിശുദ്ധാത്മാവ് ഒരാലോചന പറയുന്നു ഈ വചനത്തിൻ്റെ ബന്ധപ്പെട്ട്. നിൻ്റെ ലൈഫിൽ ചില വളർച്ചയ്ക്ക് കാരണമായ ചില കാര്യങ്ങൾ നിൻ്റെ ലൈഫിൽ ഉടനെ ഉണ്ടാകാൻ പോവുക. ഈ അവസ്ഥകൾ മാറാൻ പോവുക. ദൈവം നിന്നെ വളർത്താം. ബൈബിളിൻ്റെ ഒരു വെളിപ്പാട് പറയാം. വളർച്ചയെക്കുറിച്ച് ബൈബിൾ തരുന്ന 3 ചിത്രം. പാല് കുടിച്ചു വളരുന്ന ശിശുവും, വെള്ളം വലിച്ചു കുടിച്ചു വളരുന്ന വൃക്ഷവും, പണിതെടുക്കുന്ന കെട്ടിടത്തോടുമാണ് വളർച്ചയെക്കുറിച്ച് ബൈബിളിൽ ഉപമിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച ഒരു ദൂത് മാത്രം നിങ്ങളോട് പറഞ്ഞ് ഞാൻ വാക്കി ചുരുക്കാം. സ്തോത്രം. ബാക്കി വേറൊരു ദിവസം പറയാം. നമ്മളെല്ലാം നിലത്ത് വൃക്ഷം വെച്ച് വളർത്തുന്നവരാ. വൃക്ഷം വെക്കുവാണേ, നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല കുഴിയെടുത്ത്, ഇപ്പോൾ ഒരു മാവ് വെച്ചാൽ എങ്ങനെയാ പറ, നല്ല കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് വളവുമിട്ട്, സ്തോത്രം, ആ മണ്ണ് നനച്ചിട്ട് അവത്തി നടുന്നേ അല്ലേ. പിന്നെ എപ്പോഴും എന്തോ കൊടുക്കണം, വെള്ളം കൊടുക്കും. കൂടിയാലും കുഴപ്പമാ, കുറഞ്ഞാൽ പരുവത്തിന് കൊടുക്കാൻ അറിയാൻ വയ്യാത്തവൻ വളർച്ച കാണുകയില്ല. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനൊരു ദിവസം എൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പം, പിന്നെ നിങ്ങൾ കണ്ടിട്ട് ഇപ്പം കണ്ടിട്ടില്ലയോ, ചാക്കിനകത്ത് മണ്ണിട്ട് താഴെ സ്ഥലമില്ലേലും മേളിൽ ടെറസ വെച്ചും കപ്പയും വാഴയും പ്ലാവും ഒക്കെ കിളിർപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇപ്പോഴും ഉണ്ട് ഇല്ലയോ. ഞാനൊരു ദിവസം എൻ്റെ വീട്ടുമുറ്റത്തിരിക്കുമ്പോൾ, സ്തോത്രം, ഒരു വണ്ടി കൊണ്ട് നിർത്തി. ആ വണ്ടി ഒരാളിറങ്ങി ഒരു വലിയ ആൽബവുമായിട്ടാണ് വരുന്നത്. സാറേ കണ്ടോ? സ്തോത്രം. ഞാൻ നോക്കിയപ്പം ഇത്രയും പൊക്കമുള്ളൊരു മാവേൽ, ഒരു 100 മാങ്ങ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വണ്ടിയെന്ന് ഒരു വലിയ ചട്ടിക്കകത്ത് ഇത്രയും പൊക്കത്തിലൊരു മാവും അതേ നിറച്ചിലയും 10-45 മാങ്ങായും കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാനാണേ ഒരു മാവ് തട്ടിട്ട് എത്രയോ കൊല്ലമായിട്ട് ഒരു കുഞ്ഞുമാങ്ങ ഉണ്ടായിട്ടില്ല. അത്ഭുതപ്പെടുക, ഇത്രയുള്ള മാവേൽ. നിങ്ങൾ ശ്രദ്ധിച്ചു. സാറേ ഇത് ചട്ടി നിൽക്കുന്നുണ്ടാ ഇങ്ങനെ. സാറൊരു കുഴിയെടുത്ത് ഈ മണ്ണി കുഴിച്ചിട്ടാൽ സാറേ ഇവൻ പൊങ്ങും. പിന്നെ മാങ്ങയുടെ ഘോഷയാത്രയാ. എനിക്കന്നേ മാങ്ങ ഒരു വീക്ക്നെസ്സുമാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. അവനോട് ചോദിച്ചാൽ എത്ര രൂപ വിലയാ? ചോദിച്ച വിലയ്ക്ക് അത് വാങ്ങിച്ചു. വൈകിട്ട് എൻ്റെ വീട്ടിൽ വന്ന പയ്യനെ ഞാൻ വിളിച്ചു ചോദിച്ചു, വലിയ കുഴിയെടുക്കടാ, ഞാൻ ഈ കാര്യം ഒന്ന് കൊണ്ടുവരാനാ. കുഴിയെടുത്ത് ഈ ചട്ടി പൊട്ടിച്ച് ഒരു വേര് പോലും പോകാതെ ഇറക്കി വെച്ചു, വെള്ളവും ഒഴിച്ചു. നേരം വെളുത്തെഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അങ്ങനെ നിൽപ്പുണ്ട്. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പം പച്ചിപ്പിനൊരു ചെറിയ വാട്ടം. അതിൻ്റെ പിറ്റേന്ന് നോക്കിയപ്പോൾ ഒരു 10-20 ഇല താഴെ പോയി. അതിൻ്റെ പിറ്റേന്ന് നോക്കിയപ്പം
10-12 മാങ്ങ താഴെ പോയി. ചുരുക്കി പറയാൻ 2 ആഴ്ച കഴിഞ്ഞപ്പം 4 ഉണക്ക കമ്പും. അപ്പം ഞാൻ ചുമ്മാ ചോദിക്കുവാ, അവൻ പ്ലാസ്റ്റർ മാങ്ങ ഒട്ടിച്ചു വെച്ചോണ്ട് വന്നാന്നോ? അല്ല, അവൻ കിളിപ്പിച്ച് തന്നെ കൊണ്ടുവന്ന. അവന് പണി അറിയാം, എനിക്ക് പണി അറിയത്തില്ല. അതാ കാരണം. അവനെ ഞാൻ വിളിച്ചു വരുത്തി ചോദിക്കുക, എന്നാ പണി കാണിച്ചേ? സാറിന് പണി അറിയാത്ത എൻ്റെ കുഴപ്പമില്ലല്ലോ. പൗലോസ് പറയടാ, നട്ടത് ഞാനാ, വെള്ളം ഒടിച്ചത് അപ്പല്ലോസാ, പക്ഷെ വളർത്തിയത് വേറൊരാളാ. ഞാൻ ദൂതിനെ ഒന്ന് വിവരിച്ചുകൊണ്ട് വരിക. ഹല്ലേലൂയ. നിന്നെ പറിച്ചു നടാൻ ഒരാളെ ഉപയോഗിച്ചു, നിനക്ക് വെള്ളം ഒഴിക്കാൻ ഒരു സഭയെ തന്നു, പക്ഷെ വളർത്തിയെടുത്തത്. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ ഒരു ബ്രദറും കുടുംബമുണ്ട്, കോട്ടയം സഭയിലെയാണ്. അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ വീട് ഇങ്ങനെ ചെടികൾക്കകത്തിരിക്കുക. അപ്പോൾ അവർ നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ട് വരുമ്പോഴെല്ലാം എപ്പോഴും 1-2 ചെടി കൊണ്ടുവരും. അത് 2 ആഴ്ച കഴിയുമ്പോൾ അവർ ആ ചട്ടി തിരിച്ചെടുത്തോണ്ട് പോകും. അതിൻ്റെ കാരണം ചെടി ഞങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ഉണങ്ങിപ്പോവും. കാരണം നമ്മൾ പാതിരാത്രി ചെല്ലുന്ന നമുക്ക് വെള്ളം ഒഴിക്കാനോ വളവിടാനോ വെയിലത്ത് വെക്കാനോ തിരിച്ചു വെക്കാനോ നേരമില്ലാത്തതുകൊണ്ട് അവരിപ്പോൾ ആ പരിപാടി നിർത്തി. അവർക്ക് മനസ്സിലായി, എന്തോ കൊടുത്താലും തിരിച്ച് ചെടി കിട്ടുകയില്ല, അത് വെച്ച പാത്രം മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ഇപ്പോൾ അവരത് നിർത്തി. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കണ്ടില്ലേ, കുപ്പിക്കകത്ത് ഇങ്ങനെ, സ്തോത്രം, വെള്ളത്തിനകത്ത് മണ്ണ് വേണ്ട, വളരും. കണ്ടിട്ടില്ലയോ? എന്തുവാ ചെടിയുടെ പേര്? മണി പ്ലാന്റ്. സത്യം. പിന്നെ മുറ്റത്ത് പടന്ന് കിടക്കുന്ന ചെടിയുണ്ട്, ഇഷ്ടം പോലെ ടൈപ്പ് ചെടിയുണ്ട്. പക്ഷേ ഒന്നീ വെള്ളം വേണം, അല്ല മണ്ണ് വേണം. ഇതില്ലാതെ ഒരു ചെടി എന്ത് ചെയ്യത്തില്ല. എന്നാൽ വേദപുസ്തകത്തിൽ ചരിത്രം പറയാം, വെള്ളമില്ലാതെ മണ്ണില്ലാതെ ഒരു ഭിത്തിയെ ചാരി വെച്ചത് രാവിലെ വൃക്ഷമായി. ഓ, ഞാൻ ദൂതിലോട്ട് വരിക. വളർത്തുന്നവൻ ദൈവമെന്ന ദൂത്. നിന്നെ വളർത്താൻ ഒറ്റ രാത്രി മതി. അഹരോന്റെ വടി ഒറ്റ രാത്രി വളർന്നത് പോലെ. അഹരോന്റെ വടി കൊണ്ട് ദൈവത്തിന് മുമ്പിൽ വെച്ചു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. മണ്ണെ മുട്ടിയിട്ടില്ല, വെള്ളമില്ല, വളമില്ല. ഒറ്റ രാത്രി കൊണ്ട് അത് തളിർത്ത് പൂത്ത് ബദാഫലം കായ്ച്ചു. നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിക്കണം. സ്തോത്രം. 40 വർഷം മോശെ എന്ന് പറയുന്ന ദൈവമനുഷ്യൻ, ശ്രദ്ധിച്ചു കേൾക്കണം, തൻ്റെ ജീവിതം കൊട്ടാരം കൊണ്ട് തീർത്തു. അടുത്ത 40 ആടുകളുടെ തീർത്തു. 80 വല്യപ്പച്ചനോട് ചോദിച്ചേ, അപ്പച്ചാ ഇനിയും വല്ല നടക്കുവോ? അവൻ പറഞ്ഞു, സ്തോത്രം, എന്നെ വളർത്താൻ ഒറ്റ ദിവസം മതി. ഗ്ലോറി. അവൻ ഒരു തീ കണ്ടു. അവിടെ വെച്ചാണ് സകല കൃപാവരവും അവൻ്റെ മേൽ വന്നത്. ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയുക, നിന്നെ വളർത്തുന്നവൻ ദൈവമാ. നിന്നെ തകർത്തവൻ്റെ മുമ്പിൽ നിന്നെ ഒരാമയും പറഞ്ഞാട്ട്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, എഴുതിയിട്ട ഒരു പ്രവചനം മൊരുടി പൊക്കം നിന്റെ ലൈഫിൽ മാറാൻ പോവാ. വാട്ടവും കോട്ടവും ഒക്കെ മാറി നിന്റെ അകത്ത് പുതിയ തഴപ്പ്. യോസഫ് ഫലപ്രദമായ വൃക്ഷമെന്ന് വായിക്കുന്ന പോലെ അവൻ്റെ നിൽപ്പ് നീരൊഴുക്കിനരികിലാണ്. ഓ, വളർത്തുന്ന ദൈവം, വളർത്തുന്ന യെസ്. വിശ്വാസമുണ്ട്, ഒരു സ്തോത്രം ചെയ്യുക. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് വലിയ ബോധ്യം തരിക. ലൈഫിൽ ഇതുവരെ നടക്കാത്ത കാര്യം ഒന്നുകൂടെ പുറകിലോട്ട് തിരിഞ്ഞു വരിക. നിന്റെ വീടിൻ്റെ മുഖച്ഛായ ഈ ദിവസങ്ങളിൽ മാറും. ഇന്നലകളിൽ കിട്ടിയതല്ല ഇനി നിന്റെ വീട്ടിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നത്. നിന്റെ വീടൊരു ബഥേലാകാൻ പോകുക. ഓ, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വീടൊരു ഹെബ്രോനാകാൻ പോവുക. ഓ, നിന്റെ വീട് യെസ്. ബാ 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 ബാ. അമ്മേ, ആ മഞ്ഞഷാൾ ഇട്ട മോളൊന്ന് കൈപൊക്കിക്കേ. നിന്നോടൊരു ആത്മീക ദൂത് പറയാനാ. നിന്റെ ജീവിതത്തിൻ്റെ ഭാവങ്ങളെല്ലാം
മാറാൻ പോവാ. ഇപ്പം നീ ഇരുന്ന കസേരന്ന് എഴുന്നേറ്റല്ലോ, അതുപോലെ നീ എഴുന്നേക്കാൻ നോക്കുമ്പം രണ്ട് സൈഡിൽ നിന്ന് രണ്ട് കൈകൾ നിന്നെ പിടിച്ച ചെയറെ തന്നെ ഇരുത്തുക. നിന്നെ എഴുന്നേക്കം പ്രാപിക്കാത്ത ചില ദുർമൂർത്തികൾ ഇന്ന് നിന്റെ വീട് വിട്ടിറങ്ങിപ്പോ. ഞാൻ വെളിപ്പാടാ പറയുന്നത്. എനിക്കറിയാം ഇവിടെ അസാധാരണ വീര്യപ്രവർത്തികൾ നടക്കും. ചില മൂർത്തി കോപങ്ങൾ മോളെ, നിനക്കും അറിയാം നിന്റെ വീടിനോട് ഒരു മൂർത്തി കോപം ഉണ്ടെന്ന്. അറിയത്തില്ലേ? അതിന് കുറെ പ്രതിക്രിയകൾ നീ ചെയ്തു, പക്ഷെ ഒന്നും പ്രതിക്രിയയില്ല. പക്ഷേ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ കോപത്തിന് ദൈവം അടയും. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഇതൊരു വെളിപ്പാടിന്റെ ശുശ്രൂഷയാണ്. ഇതൊരു കയ്യടിയുടെ ശുശ്രൂഷയല്ല, ഇതൊരു വെളിപ്പാടിന്റെ ശുശ്രൂഷയാ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയും. ഞാനൊരു കാഴ്ച കാണുക. നിങ്ങൾക്ക് ഞാനൊരു കാഴ്ച കാണുന്നത് പറയാം. ഒരു വലിയ വൃക്ഷം എന്നെ ദൈവം കാണിക്കുക. ആ വൃക്ഷത്തിൽ ഇങ്ങനെ സ്തോത്രം, ശ്രദ്ധിക്കണം, കുരുമുളകുള്ള കൊടിയുടെ വള്ളി ചുറ്റിക്കിടക്കുക. ഞാനൊരു കാഴ്ച കാണുന്നത്, ദൈവം വന്നിട്ട് ആ കുരുമുളകിൻ്റെ കൊടിയുടെ ആ അറ്റത്തുനിന്ന് ദൈവം ഇങ്ങനെ എടുത്ത് ആ ചുറ്റിനെ വട്ടത്തിൽ നിന്ന് അഴിച്ച് ആ വൃക്ഷത്തെ സ്വതന്ത്രമാക്കുന്ന പോലെ ഇനി ദൂത് കേട്ടോണ്ടിരിക്കുമ്പോ നിന്നെ വകഞ്ഞു ചിലതിനെ അഴിക്കാതെ വിടുക എന്നിവിടെ, ചിലത് അഴിയാതെ, ചിലത് അഴിയാതെ. നിന്റെ വീടിനെ ചുറ്റി ആഭിചാരം, നിന്റെ വീടിനെ അച്ഛാ വിടുതൽ നടക്കുന്നു. വിടുതൽ നിന്റെ വീട്ടില്. ഒരു ദൈവദാസൻ ഒന്ന് ചെന്ന് നിന്റെ വീട്ടില്, നിന്റെ അഴിയും. ഓ 9 വർഷം പുറകിൽ നിന്റെ വീടിനെ ബന്ധിച്ച ബന്ധനം ഇന്നത്തെ ആരാധനയില് ദൈവം അതിനെ രക്ഷാണ്ടിട്ട് ആന്റി, നിന്റെ വീടിനകത്ത് ഒരു അസാധാരണ വീര്യപ്രവൃത്തി. അടുത്തിരിക്കുന്നവർ ശ്രദ്ധിച്ചോളാം. അവള് തെറിക്കും. അവിടെ പല അഭിഷേകം. Something happened. Something happened. ഞാൻ പ്രവചിച്ചു പറയാം, ഇത് ബന്ധനമടിയുന്ന സെക്ഷനാ. ഇനിയും നിന്റെ വീടിൽ ആ ചുറ്റി കിടക്കുകയല്ല. ഇനിയും നിന്റെ വീടിനെ അത് ചുറ്റുകയല്ല. ഇന്നത് അഴിഞ്ഞിരിക്കും. Glory to God. ഞാനൊരു കാര്യം പറയാം. തടയപ്പെട്ടെന്ന് പറഞ്ഞ ചിലർക്ക് ഭയങ്കര ഓപ്പണിങ് വരാൻ പോവാ. പ്രതീക്ഷിക്കാത്ത ഓപ്പണിങ്. നിനക്കൊന്ന് വിടുതല മോനെ, പ്രാർത്ഥിച്ചു. നിനക്കൊന്ന് വിടുതല. ദൈവദാസനെ നിന്റെ ശുശ്രൂഷയിൽ ആള് കത്തുന്ന ഒരു അഭിഷേകം. ഞാനൊരു കാര്യം പറയാം നിങ്ങളോട്, തുറന്നു പറയാം. അച്ഛാ ഒന്ന് കൈപൊക്കി പിടിക്കാവോ? അച്ഛനോട് പ്രവചിക്കുക ഞാൻ. അച്ഛൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഉടനെ മാറും. അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അച്ഛൻ്റെ വീടിനകത്ത് കൂടെ സ്വപ്നങ്ങളിൽ സർപ്പങ്ങൾ കടന്നു വരാറുണ്ട്. ഇന്ന് പകല സർപ്പദേവതയെ
എൻ്റെ ദൈവം ബന്ധിക്കുക. ആ ഗ്ലോറി ടു ഗോഡ്. മോനെ ഒന്ന് കൈ പൊക്കി പിടിക്കാവോ? ആ നീ തന്നെ. ആ ജീസസ്, പരിശുദ്ധാത്മാവ് നിന്നെ തൊടുക. നിനക്കൊരു വിടുതൽ ഉടനെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. ജീസസ്, ദേ ആ കമ്പി വലയത്തിൽ ഒരാൾ ചെന്ന് നിന്നാൽ പുള്ളിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇതുപോലെ നിന്റെ ഇത്രയും ഭാഗത്തെ മൂവ്മെന്റ്സ് ബ്രേക്ക് ചെയ്തേക്കുക. ഇന്ന് ദൈവം പറയാം അത് പൊട്ടും. പൊട്ടിക്കഴിയുമ്പോൾ നിനക്കൊരു വലിയ ചലനം ഉണ്ടാവും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിന്റെ വളർച്ചയുടെ കാലമായത്. ഇനിയും നിന്റെ വളർച്ചയുടെ, നീ മണ്ട അടച്ചെന്നൊക്കെ ചിലർ പറഞ്ഞു, പക്ഷെ അവനും നോക്കി നിൽക്കേ. യോസഫ് മതിലിന്റെ മേളിൽ പടന്ന പോലെ നിനക്കെതിരെ കെട്ടിവെച്ച മതിലിന്റെ മീതെ